Hi friends, welcome to Lal Brothers Media. We plus one physics important problems ആണ് രണ്ട് വീഡിയോ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്, മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ വേവ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ അതായത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ഇത്രയാണ്. ഫസ്റ്റ് ഒന്നാമത്തത് v ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. വി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നോ വെലോസിറ്റി എന്ന് പറയാം. സ്പീഡ് ഓഫ് ട്രാൻസ്വേസ് വേവ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേസ് വേവ്. അത് കാണാൻ ഫോമുല റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ടിയെ പറഞ്ഞ ഒരു ടെൻഷൻ എന്ന് പറയും, ടി ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്, ഫോഴ്സ്. മ്യൂ പറഞ്ഞ പേര് ലീനിയർ ഡെൻസിറ്റി. ലീനിയർ ഡെൻസിറ്റി ആണ് മ്യൂ എന്ന് പറഞ്ഞാൽ. അതായത് മാസ് പെർ ലെങ്ത്, മാസ് ഡിവൈഡ് ബൈ ലെന്ത് ആണ് എന്ത് പറയുന്നത്, മ്യൂ, ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്വേസ് വേവിൻ്റെ സ്പീഡാണുള്ള ഫോമുലയാണ്, മറന്നുപോലും. അടുത്ത് രണ്ടാമത്തത്, നമ്മൾ ഈ ചവിട്ടി രണ്ട് തരം വേവ് പഠിക്കുന്നുണ്ട്. ഒന്ന് പ്രോഗ്രസീവ് വേവും, രണ്ട് സ്റ്റാൻഡിങ് വേവും. ഇത് പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനാണ്. y is equal to a sin omega t plus or minus kx plus phi. ഒരു ഓരോ ടൈമിൽ y ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. a എന്നത് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ടി ടൈം എന്നറിയാം. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് മറന്ന പോലെ റേഡിയൻ പെർ മീറ്റർ ആണ് ചോദിച്ചിട്ടുണ്ട്. റേഡിയൻ പെർ മീറ്റർ. കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഫേസ് ഓർ എപ്പോക്ക് എന്ന് പറയും. ഇനിഷ്യൽ ഫേസ് ഓർ എപ്പോക്ക് എന്ന് പറയും. അതിനകത്ത് ഇതിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒരു 3 എക്സ്ട്രാ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഒന്ന് ഒമേഗ ഈക്വൽ ടു കെ ഇൻറ്റു വി. രണ്ടാമത്തെ കെ ഈക്വൽ ടു 2π ലാംഡ. ലാംഡ വേവിൽ എന്താ? വി ഈക്വൽ ടു ന്യൂ ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? ഒരു ഇക്വേഷൻ തന്നിട്ട് അത് പ്രോഗ്രസീവ് ആണോ സ്റ്റാൻഡിങ് വേവ് ആണോ ചോദിക്കും. അപ്പോൾ അതിൽ ഇങ്ങനൊരു ടൈം ഉണ്ടെങ്കിൽ, അതായത് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് ഉണ്ടെങ്കിൽ, ഒമേഗ ടി കാണില്ല, ഇവിടെ ടി കാണും, ഇവിടെ ഒരു എക്സ് കാണും, ഇടയ്ക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രോഗ്രസീവ് ആയിരിക്കും. ഒരു ടി വരും, ഇടയ്ക്ക് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും, പിന്നെ എന്ത് വേണം? എക്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രോഗ്രസീവ് ആയിരിക്കും. ഇനി ഇവിടെ മൈനസ് വന്നാൽ അത് പോസിറ്റീവ് എക്സ് ആക്സിലാണ്. ഇവിടെ പ്ലസ് വന്നാൽ അത് നെഗറ്റീവ് എക്സ് ആക്സിലാണ്. മറന്നുപോലെ, മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സും, പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സും. ഇനി സ്റ്റാൻഡിങ് വേവിൻ്റെ കേസാണ്. അത് 3 പഠിക്കാണ്ട്. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഫോമുല v/4 അല്ല. ഓപ്പൺ പൈപ്പിലും സ്റ്റാൻഡിങ് വേവ് ഓൺ സ്ട്രിങ്ങിലും ന്യൂ കാണുന്ന ഫോമുല, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണുന്ന ഫോമുല v/എത്രയാണ്? 2l ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിൽ v/4l ഉം, ഓപ്പണും സ്ട്രിങ്ങും ആണെങ്കിൽ v/2l. ഫ്രീക്വൻസിയാണ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. പിന്നെ ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പ് ആൻഡ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് വി എൽ ഡിവൈഡ് ബൈ v മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇത് അപ്പ് ആൻഡ് ഫ്രീക്വൻസി, നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസി. ന്യൂ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി, യഥാർത്ഥ ഫ്രീക്വൻസി. വി സൗണ്ടിൻ്റെ സ്പീഡ്, അത് 340 ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ തന്നിരിക്കും. വി എസ് എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. വി എൽ എന്ന് പറഞ്ഞാൽ ലിസണറിൻ്റെ വെലോസിറ്റിയാണ്. ഇപ്പോൾ എത്ര ഉള്ളത്? പിന്നെ ഉള്ള ബീറ്റ് ഫ്രീക്വൻസിയാണ്. അത് കാണുന്ന ഫോമുല ന്യൂ1 മൈനസ് ന്യൂ2 ആണ്. രണ്ട് ഫ്രീക്വൻസി ഉണ്ട്. ബീറ്റ് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അതുകൊണ്ടാണ് മോഡ് കൊടുത്തിട്ടുള്ളത്, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, എ സ്റ്റീൽ വയർ ഓഫ് 0.72 മീറ്റർ ലോങ് ഹാസ് എ മാസ് 5 × 10⁻³ kg. -3 kg. മാസ് 5 × 10⁻³ kg ആണ്. പിന്നെ പറയുന്നു, ഇഫ് ദ വയർ ഈസ് അണ്ടർ എ ടെൻഷൻ ഓഫ് 60 ന്യൂട്ടൺ. ടെൻഷൻ വന്നിട്ടുണ്ട് 60 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേസ് വേവ് ഓൺ ദ വയർ? എല്ലാം വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ലെന്ത് വന്നിട്ടുണ്ട്, എൽ. ലെന്ത് പറയുന്നത് 0.72 മീറ്റർ. പിന്നെ അതിൻ്റെ മാസ് പറയുന്നു 5 × 10⁻³ kg ആണ്. ടെൻഷൻ പറയുന്നു 60 ന്യൂട്ടൺ. സ്പീഡ് കാണാം. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടെ നിന്ന് ട്രാൻസ്വേസ് വേവിൻ്റെ സ്പീഡ് കാണുന്ന ഫോമുല അവിടെ ഉണ്ട്, v ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. അപ്പോൾ അതിലാദ്യം മ്യൂ കാണണം. മ്യൂ എങ്ങനെ കാണുന്നത്?
m/l m തന്നിട്ടുണ്ട് 5 × 10⁻³ ഡിവൈഡഡ് ബൈ l എത്രയാ 0.72 ഇതാണ് മ്യൂ എന്ന് പറഞ്ഞാൽ ഇതെവിടെ നിന്ന് ടി എത്ര 60 ആണ് √60 മ്യൂവിൻ്റെ വാല്യൂ 5 × 10⁻³ ഡിവൈഡ് ബൈ 0.72 ആണ്. അത് അങ്ങോട്ട് പോകും മുകളിലോട്ട്, അപ്പോൾ ഇൻറ്റു ആവും 0.72. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നമ്മൾ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വെലോസിറ്റി ആയതുകൊണ്ട് m/s. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്, y = 3 sin 36t + 0.018x + π/4. ഒരുപാട് പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞ 6 പ്രാവശ്യങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യനാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ എൻ്റെ കൂടെ പറയുന്നത് എക്സ് സെൻറ്റിമീറ്ററിലാണ്, എക്സും വൈയും സെൻറ്റിമീറ്ററിലാണ്, ടി സെക്കൻഡിലാണെന്ന് പറയുന്നു. എക്സും വൈയും സെൻറ്റിമീറ്ററിലാണ്, ടി എന്താണ് സെക്കൻഡിലാണെന്ന് പറയുന്നു. ശരി, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ പാടെന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് എ ട്രാവലിംഗ് ഓർ സ്റ്റേഷണറി വേവ്. ഇതൊരു ട്രാവലിംഗ് ആണോ സ്റ്റേഷണറി വേവ് ആണോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ടി ± എക്സ് എന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രസീവ് വേവ് ആണ്. പ്രോഗ്രസീവ് വേവിനെയാണ് നമ്മൾ ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് വേവ് ആണ് സ്റ്റേഷണറി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ എക്സ് വന്നു. അപ്പം ടി ഇടയ്ക്ക് പ്ലസ് അല്ലെങ്കിൽ -x വന്നാൽ അതെന്താണ് ട്രാവലിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയി, ഏതാണ് ട്രാവലിംഗ് വേവാണ്. രണ്ടാമത്തത് ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വേവ് വാട്ട് ആർ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ട്രാവലിംഗ് വേവ് ആണെങ്കിൽ സ്പീഡ് കാണണം, ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ കാണണം. ശരി, അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എടുത്ത് എഴുതാം. y = a sin ωt + kx + φ. കമ്പയർ ചെയ്യുമ്പം എയുടെ സ്ഥാനം 3 ഉള്ളത്. ഇപ്പോൾ എ 3 ആംപ്ലിറ്റ്യൂഡ് സെൻറ്റിമീറ്ററിലാണ്, കാരണം ഇവിടെ എല്ലാം സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. പിന്നെ ഒമേഗയുടെ സ്ഥാനത്ത് 36 ആംഗുലാർ വെലോസിറ്റിയാണ്, അതിൻ്റെ യൂണിറ്റ് റേഡിയൻ (s⁻⁻1). പിന്നെ കെയുടെ സ്ഥാനത്തുള്ളത് 0.018 യൂണിറ്റ് മറന്നുപോലെ റേഡിയൻ (m⁻⁻1) ആണ്. റേഡിയൻ (m⁻⁻1). പിന്നെ ഫൈയുടെ സ്ഥാനത്ത് π/4. അപ്പോൾ ആദ്യം വെലോസിറ്റിയാണ് കാണേണ്ടത്, വെലോസിറ്റി v. അപ്പോൾ അതിൽ എ പാർട്ടിൽ വി കാണാൻ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞ് പ്രോഗ്രസീവ് ആണോ, ട്രാവലിംഗ് ആണെങ്കിൽ പ്രോഗ്രസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് വെലോസിറ്റിയാണ്, വി കാണണം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് വി കാണണം. നമ്മൾ അവിടെ സൈഡിലത് 3 ഇക്വേഷൻ എഴുതി. ω = kv, ഇവിടെ വി ഉണ്ട്, ഇതെവിടെയും വി ഉണ്ട്. പക്ഷെ നമുക്ക് ലാംഡ ഇല്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഒമേഗയുണ്ട്, കെയും ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് ω = kv, അവിടെ നിന്ന് വി ആണെങ്കിൽ ω/ എന്താണ് k, v = ω/k. ഒമേഗ നമുക്ക് കിട്ടിയായിരുന്നു 36 ഡിവൈഡ് ബൈ k എത്രയാണ് 0.018. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, ബാക്കി 2000 ഒന്ന് കിട്ടും. 2000 ചെയ്ത് നോക്കുക. 2000 യൂണിറ്റ് m/s അല്ലെ m/s². ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ കൂടെ എന്താണ് ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ. ഇവിടെ പറഞ്ഞു ഇവിടെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസ്, മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഏതാണ് നെഗറ്റീവ് എക്സ് ആക്സിസ്. അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് എ പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. ഒന്ന് ട്രാവലിംഗ്,
2 വെലോസിറ്റി പിടിച്ചു. അടുത്തൊന്നാണ് നെഗറ്റീവ് എക്സ് ആക്സിസ്. അതിൽ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബി പാർട്ട് വാട്ടർ ഈസ് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി. ആംപ്ലിറ്റ്യൂഡ് കാണുമ്പോൾ അറിയാം 3 സെൻറ്റിമീറ്റർ. മീറ്ററിലാക്കാൻ വേണം ഇൻറ്റു 10⁻⁻² മീറ്റർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഈ ഫ്രീക്വൻസി കാണണം, ന്യൂ കാണണം. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമുക്ക് ഒമേഗ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഒരു ഫോമുല ഉണ്ട്, ഏതാ വിട്ടുപോയതാ, ഒമേഗ ഇങ്ങനെ ഒരു ഫോം പഠിച്ചുകൊണ്ട് 2π ന്യൂ തുടക്കം പഠിക്കുന്ന 2π ന്യൂ. ഇവിടെ ന്യൂ ആവേണ്ടത് എങ്ങനെ കാണാം, ഒമേഗ ഡിവൈഡ് ബൈ 2π ആണ് എന്ത് കാണുന്ന ഫോമുല, ന്യൂ കാണുന്ന ഫോമുല. അപ്പോൾ ന്യൂ ഈക്വൽ ടു ഒമേഗ ഇവിടെ ഉണ്ട് 36 ഡിവൈഡ് ബൈ എത്രയാണ് 2π. നമ്മൾ ചെയ്ത് നോക്കാം കിട്ടും 36 ഡിവൈഡ് ബൈ 2π. ഇതിൻ്റെ യൂണിറ്റ് പിന്നെ ഇവിടെ ഒരു ഹെഡ്സ് എന്ന് കിട്ടി. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് എന്ന് കിട്ടി യൂണിറ്റ്. അതിൽ സി പാർട്ട് വാട്ട് ഈസ് ദ ഇനിഷ്യൽ ഫേസ്. ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ 5യുടെ വാല്യൂ. ഇപ്പോൾ സി പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇനിഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ. ഇനിഷ്യൽ ഫേസ് എന്നാൽ 5യുടെ വാല്യൂ എത്ര, 5യുടെ സ്ഥാനം എത്ര ഉള്ളത് π/4. 5യുടെ വാല്യൂ π/4 അതാണ് സി എന്ന് പറയുന്നത്. സി പാർട്ട് ഇനിഷ്യൽ ഫേസ് എത്രയാണ് π/4. ഡി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ്. ക്രസ്റ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ് വരാൻ ലാംഡ എന്ന് പറയും. വേവ് ലെന്ത് കാണുന്ന പറയുന്നത്. ഇവിടെ ഡി പാർട്ട് വേവ് ലെന്താ എന്തുവാണോ ഉപയോഗിക്കാം, അതാണ് ഈ ഫോമിൽ ഉപയോഗിക്കാം. കെ ഈസ് ഈക്വൽ ടു 2π/λ. അവിടെ നിന്ന് ലാംഡ ഇങ്ങോട്ട് കെ താഴോട്ട്. ലാംഡ ഈക്വൽ ടു 2π/k. 2π കെയുടെ വാല്യൂ ഇവിടെ ഉണ്ട് 0.0018. ഇവിടെ ഒരു ഇതുണ്ട്. ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. എല്ലാം സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. മറന്നുപോലെ ഇവിടെ കിട്ടുന്ന യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വെലോസിറ്റി കേസ് പറഞ്ഞില്ലേ, അവിടെ മീറ്റർ അല്ല സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 10⁻⁻² കൊടുത്താൽ എന്താവും, മീറ്റർ പെർ സെക്കൻഡ് ആവും. അടുത്ത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A pipe 30 centimeter long is open at both ends. ഫസ്റ്റ് പറഞ്ഞൊരു പൈപ്പാണ്, ഓപ്പൺ പൈപ്പാണ്. അതിൻ്റെ ലെന്ത് എത്രയെന്ന് പറയുന്നു 30 മീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ എല്ല് തന്നിട്ടുണ്ട് 30 മീറ്റർ അല്ല സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ ആണ്. അതിനകത്ത് മീറ്റർ ആക്കണം. 30 × 10⁻⁻² മീറ്റർ. അതിൻ്റെ കൂടെ പറയുന്നത് വിച്ച് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ് റെസൊണൻസ് എ 1.1 kHz സോഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു സോഴ്സ് ഉണ്ട്. സോഴ്സിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് സോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. സോഴ്സിൻ്റെ ഫ്രീക്വൻസി 1.1 kHz ആണ്. 1.1 × 10⁻³ ഹെഡ്സ്. ഇവിടെ സോഴ്സിൻ്റെ ഫ്രീക്വൻസി 1.1 kHz ആണ്. കിലോ ഹെഡ്സിന് ഹെഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തു ഇൻറ്റു 10⁻³ ക്വസ്റ്റ്യൻ ഏത് ഹാർമോണിക് മോഡിലാണ് ഇത് റെസൊണൻസ് സംഭവിക്കുന്നതാണ്. അതായത് രണ്ട് ഫ്രീക്വൻസി സെയിം ആയാൽ മാത്രമേ റെസൊണൻസ് സംഭവിക്കൂ. അപ്പം അതിന് വേറെ സെക്കൻഡ് പാർട്ടും കൂടെ അത് ചെയ്യാം. ആദ്യത് ഇവിടെ ഓപ്പൺ പൈപ്പ് എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി കാണുന്ന ഫോമുല ന്യൂ ഈക്വൽ ടു V/2L. V/2L. വി തന്നിട്ടുണ്ട്. വി 330 ആണ്. വി തന്നിട്ടുണ്ട് 330 മീറ്റർ സെക്കൻഡ് -1. അപ്പോൾ ഇവിടെ വി 330 ഡിവൈഡ് ബൈ 2 ഇൻറ്റു L 30 × 10⁻⁻². ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.11 550 എന്ന് കിട്ടും. 550 ചെയ്ത് നോക്കി 550 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് ഫണ്ടൽ ഫ്രീക്വൻസി പറഞ്ഞ മറ്റൊരു പേര് ഫസ്റ്റ് ഹാർമോണിക്സ്. അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ഹാർമോണിക്സ്. ഇത് രണ്ട് സെയിം ആണോ? ഇതിന് വേണം നമുക്ക് വാല്യൂ എഴുതിയാൽ 1.1 അല്ലേ, ഈ 10⁻³ അകത്തെ അപ്ലൈ എത്ര കിട്ടും 1100 ഹെഡ്സ് എന്ന് കിട്ടും. കാരണം ഒരു 10 ഇവിടെ കൊടുക്കുമ്പോൾ 11 ആയി, ഒരു 2 0
1700 ഹെഡ്സ്. നമുക്ക് രണ്ട് ഫ്രീക്വൻസി സെയിം ആയാൽ മാത്രമേ റെസൊണൻസ് സംഭവിക്കൂ. ഫസ്റ്റ് ഹാർമോണിക്സിന് ഫ്രീക്വൻസി 550 ഉള്ളൂ. സോഴ്സ് എത്ര 1700. ഫ്രീക്വൻസി സെയിം അല്ല. അപ്പോൾ എന്ത് നടക്കില്ല? റെസൊണൻസ് നടക്കില്ല. ഇനി സെക്കൻഡ് ഹാർമോണിക്, അടുത്തത് നമ്മൾ ന്യൂ 1 എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാർമോണിക്ക് അത് കാണുന്നത് എങ്ങനെയാണ്? 2V/2L. 2V/2L. അതായത് സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ ടു ടൈംസ് ആയിരിക്കും. 2 ഇൻറ്റു ഫസ്റ്റ് ഹാർമോണിക്സ്, അതായത് V/2L. എത്ര നീട്ടി? 550. അതാണ് സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ 2 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫണ്ടൽ ഫ്രീക്വൻസിയുടെ 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടി? 1100 ഹെഡ്സ്. ഇപ്പോൾ എന്തായി? ഇത് രണ്ട് സെയിം ആയി. അപ്പോൾ എന്ത് നടക്കുന്നു? റെസൊണൻസ് നടക്കുന്നു. അപ്പോൾ ഏത് ഹാർമോണിക്സിലാണ്? സെക്കൻഡ് ഹാർമോണിക്സിലാണ് എന്ത് നടക്കുന്നത്? റെസൊണൻസ് നടക്കുന്നത്. അതാണ് ആദ്യ ക്വസ്റ്റ്യൻ. ഏത് ഹാർമോണിക്സ് റെസൊണൻസ് നടക്കും? ഓപ്പൺ പൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ. ഇനി അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ, will resonance with the same source be observed if one end of the pipe is closed? നമ്മൾ ഒരു എൻഡ് ക്ലോസ് ചെയ്തു. ഒരു എൻഡ് ക്ലോസ് ചെയ്ത് എന്ത് പൈപ്പായി മാറി? ക്ലോസ്ഡ് പൈപ്പായി മാറി. അപ്പോൾ ആ ക്ലോസ്ഡ് പൈപ്പിൽ ഈ സെയിം സോഴ്സ് ഉപയോഗിക്കുമ്പോൾ റെസൊണൻസ് നടക്കുമ്പോൾ ഫ്രീക്വൻസി സെയിം ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മറന്നുപോലെ ഓപ്പൺ പൈപ്പിലും സ്ട്രിങ്ങിലുമാണ് എല്ലാ ഹാർമോണിക്സും ഉള്ളത്. ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് എല്ലാം ഉണ്ട്. പക്ഷേ ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ഫസ്റ്റ് ഹാർമോണിക്സ് കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഹാർമോണിക്സേ ഉള്ളൂ. തേർഡ് കഴിഞ്ഞാൽ ഫിഫ്ത്തേ ഉള്ളൂ. അതായത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ, ക്ലോസ്ഡ് പൈപ്പിലുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഹാർമോണിക്സ് ഫസ്റ്റ് ഹാർമോണിക്സ് ഫണൽ ഫ്രീക്വൻസി എങ്ങനെ കാണുന്നത്? V/4L. V എത്ര? 330 / 4 ഇൻറ്റു ലെന്ത് വ്യത്യാസമല്ല 10⁻². നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 275 ഹെഡ്സ് എന്ന് കിട്ടും. 275 ഹെഡ്സ് സെയിം അല്ല. അപ്പോൾ ഇത് ഏത് ഹാർമോണിക്സാ? ഫസ്റ്റ് ഹാർമോണിക്സ് ആണ്, എന്തല്ല? സെയിം അല്ല. അടുത്ത് ഇത് കഴിഞ്ഞാൽ അടുത്ത എത്ര ഹാർമോണിക്സ് ഉള്ളൂ? ഫസ്റ്റ് കഴിഞ്ഞാൽ തേർഡ് ഹാർമോണിക്സ് ഉള്ളൂ. അടുത്ത ഫ്രീക്വൻസിൻ്റെ തേർഡ് ഹാർമോണിക്സ് ആണ്. അപ്പോൾ എങ്ങനെ കാണും? 3V/4L. നമ്മൾ നേരത്തെ പറഞ്ഞു ഫണ്ടൽ ഫ്രീക്വൻസിയുടെ 3 ടൈംസ് ആയിരിക്കും തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു ഈ വാല്യൂ എത്ര? 275. അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 600, 225, 825 ഹെഡ്സ് എന്ന് കിട്ടും. അതെന്തല്ല? ഇതെന്ത് ഏത് ഹാർമോണിക്സാ? തേർഡ് ഹാർമോണിക്സ്. എന്തല്ല? സെയിം അല്ല. അപ്പോൾ തേർഡ് കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ? അടുത്ത ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ഹാർമോണിക്സ്. അവിടെയാണ് 5 ഇൻറ്റു 275. ഫണ്ടൽ ഫ്രീക്വൻസിയുടെ 5 ടൈംസ്. അവിടെ ചെയ്യുമ്പോൾ 1000, 1375, 1375 ഹെഡ്സ്. ഇതാണെന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ഹാർമോണിക്സ്. അത് 1001 കൂടുതലാണ്. അപ്പോൾ എന്ത് നടക്കില്ല? ക്ലോസ് ചെയ്താൽ ഫ്രീക്വൻസി സെയിം ആവില്ല, റെസൊണൻസ് നടക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ റെസൊണൻസ് നടക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്നാൽ റെസൊണൻസ് നടക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, എ ട്രെയിൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഔട്ടർ സിഗ്നൽ ഓഫ് എ റെയിൽവേ സ്റ്റേഷൻ ബ്ലോസ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 400 ഹെഡ്സ് ഇൻ സ്റ്റിൽ എയർ. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ട്രെയിന് മൂവ് ചെയ്യുന്നുണ്ട്. അല്ല, ട്രെയിന് അതിൻ്റെ അതിൽ വിസിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഫ്രീക്വൻസി 400 ഹെഡ്സ് എന്ന് പറയുന്നുണ്ട്. 400 ഹെഡ്സ് ട്രെയിനിൽ നിന്ന് പുറത്ത് വരുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ്. അതിൽ ഫസ്റ്റ് കണ്ട വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സർവർ വെൻ ദ ട്രെയിൻ എ അപ്രോച്ച് ദ പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്, ബി റിസീഡ്സ് ഫ്രം ദ പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യം ഇവിടെ ഫസ്റ്റ് കേസിൽ ട്രെയിനിൻ്റെ കേസ് ഇതെവിടെ പറയാം. ഇത് സോഴ്സ്, ഇത് ലിസണർ. ആദ്യം മറന്നുപോലെ എപ്പോഴും സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഫ്രം സോഴ്സ് ടു ലിസണറാണ്. ഇതാണ് സൗണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി. ഇനി ഫസ്റ്റ് എ പാർട്ടിൽ എന്താ പറയുന്നത്? അപ്രോച്ചസ് പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? പ്ലാറ്റ്ഫോം അപ്രോച്ച് ചെയ്യുന്നു. അപ്രോച്ച് ചെയ്യുന്നു പറഞ്ഞാൽ ലിസണറിൻ്റെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ആരോമാർക്ക് അങ്ങോട്ട് കൊടുത്തു, 2 വേഴ്സ് കൊടുത്തു. അപ്പോൾ ലിസണർ സ്റ്റാൻഡിങ് ആണ്, അതുകൊണ്ട് വി എൽ എത്ര? 0. ലിസണർ സ്റ്റാൻഡിങ് ആയതുകൊണ്ട് വെലോസിറ്റി എത്രയാണ്? 0. ക്വസ്റ്റ്യൻ നേരത്തെ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സർവർ? സ്റ്റാൻഡിങ് ആണ്. ഇതെത്ര? VS. 2 വേർഡ്സ് ആണ്, അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കും. ഈ ഒരു പടം ഇറങ്ങി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഫോമിൽ എന്താണ്? ന്യൂ ഡാഷ് ഈക്വൽ ടു
വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എന്താ ന്യൂ. അപ്പോൾ അതിൽ ന്യൂ ഡാഷ് ഈക്വൽ ടു വി ക്വസ്റ്റിൽ തന്നെ ബ്രൈൽ പറയുന്നുണ്ട് 340 ആണ് വി തന്നിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ 340 എന്ന് പറയുന്നുണ്ട്. 340 അപ്പം വി 340 മൈനസ് വി എൽ 0 അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ 340 മൈനസ് വി എസ്. വി എസ് എത്രയെന്ന് പറഞ്ഞാൽ അവിടെ വി എസ് ക്വസ്റ്റിൽ പറയുന്നത് 10 എന്ന് പറയുന്നത്. വി എസ് എത്രയാണ് 10. ഇനി സൈന് കൊടുക്കണം. അതായത് ഇവിടുത്തെ വെലോസിറ്റി സൗണ്ട് വെലോസിറ്റി അതേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, അതേ ഡയറക്ഷനാണ്. ഇത് ഇങ്ങോട്ടാണ് വരച്ചിരുന്നതെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ്, അപ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് പ്ലസ് ആണ്. ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 10 ഇൻറ്റു ന്യൂ യഥാർത്ഥ ഫ്രീക്വൻസി ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് 400 ഹെർട്സ് എന്ന് പറയുന്നുണ്ട്. 400 ഹെർട്സ്. 400 ഇവിടെ 340/330 ഇൻറ്റു 400 ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. ഹെഡ്സ് ആണ് യൂണിറ്റ്. ഇതാണ് എ പാർട്ട്. ഇനി ബി പാർട്ട്. ബി പാർട്ട് പറയുന്നത് റിസീഡ്സ് ഫ്രം ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ നിന്ന് അകന്നു പോകുന്നു. റിസീഡ് എന്ന് പറഞ്ഞാൽ അകന്നു പോകുക എന്നാണ്. അപ്പോൾ ഇവിടെ അതേ ഫിഗർ. സോഴ്സ് ലിസണർ. സൗണ്ട് എപ്പോഴും എങ്ങോട്ട് പോകും? ടുവേഴ്സ് ലിസണറാണ്. സ്റ്റാൻഡിങ് തന്നെയാണ്. ലിസണേഴ്സ് വെലോസിറ്റി 0. സോഴ്സ് എന്ത് ചെയ്യുന്നു? പ്ലാറ്റ്ഫോമിൽ നിന്ന് അകന്നു പോകുന്നു. ലിസണറിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കണം. വി എസ്. ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതുകൊണ്ട് വി എസ് എന്താണ്? നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് 10 എടുക്കും നമ്മളവിടെ. അവിടുത്തെ ഇക്വേഷൻ എന്താ? ന്യൂ ഡാഷ് ഈക്വൽ ടു 340 മൈനസ് വി എൽ. വി എൽ ഇല്ല. ഡിവൈഡ് ബൈ 340 മൈനസ് 10 ഇൻറ്റു 400. അപ്പോൾ ഇവിടെ 340 ഡിവൈഡ് ബൈ 350 ഇൻറ്റു 400 ചെയ്ത് നോക്കുക. ഹെഡ്സിൽ കിട്ടും. ഹെഡ്സ് യൂണിറ്റ് ഹെഡ്സ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അതിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ഈച്ച് കേസ്. ഓൾറെഡി നമുക്കറിയാം സൗണ്ടിൻ്റെ ഈച്ച് കേസിൽ സൗണ്ട് എത്രയാണ്? 340. സൗണ്ടൊന്നും വ്യത്യാസം വരില്ല. അതായത് സൗണ്ട് എന്നല്ല, സൗണ്ടിൻ്റെ സ്പീഡ് എന്തെങ്കിലും വ്യത്യാസമില്ല. എന്തിനാണ്? 340 തന്നെയാണ്. അത് ഏത് കേസിലെടുത്താലും 340 തന്നെയാണ്. സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്കാണ് ചേഞ്ച് വരുന്നത്. എന്തില്ല? സ്പീഡിന് ചേഞ്ച് ഇല്ല. സ്പീഡ് എപ്പോഴും 340 തന്നെയാണ്. വരേണ്ടത് 340 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോസ്പിറ്റൽ യൂസസ് ആൻ അൾട്രാസോണിക് സ്കാനർ ടു ലൊക്കേറ്റ് ട്യൂമേഴ്സ് ഇൻ എ ടിഷ്യൂ. അതും വേണ്ട. വാട്ട് ഈസ് ദ വേവ് ലെന്ത്? ലാംഡ കാണണം. ഓഫ് ദ സൗണ്ട് ഇൻ ദ ടിഷ്യൂ in which the speed of the sound is 1.7 km/s. സ്പീഡ് തന്നിട്ടുണ്ട് 1.7 km/s ആണ്. ഇവിടെ കൂടെ പറയുന്നു ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് സ്കാനർ 4.2 MHz അല്ലെങ്കിൽ മില്യൺ ഹെഡ്സ്. അപ്പോൾ രണ്ട് പേര് തന്നിട്ടുണ്ട്. ഒന്ന് വി തന്നിട്ടുണ്ട് 1.7 km/s. അപ്പോൾ ആദ്യം അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കണം. മീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻³ കൊടുത്താൽ മതി. 1.7 ഇൻറ്റു 10⁻³ കൊടുക്കുമ്പോൾ എന്തായി? മീറ്ററായി പെർ എന്താണ്? സെക്കൻഡ്. അപ്പം വെലോസിറ്റി ആയി. പിന്നെ എന്തുണ്ട്? ന്യൂ തന്നിട്ടുണ്ട്. അത് 4.2 MHz ആണ് അല്ലെ മില്യൺ ഹെഡ്സ് ആണ്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ എന്ത് ചെയ്യുക? ഹെഡ്സ് ആക്കുക. ഇൻറ്റു 10⁻6 എന്താണ്? ഹെഡ്സ്. വേണ്ട ലാംഡയാ. അങ്ങനെ ലാംഡ ആണ്. അവിടെ ഒരു ഇക്വേഷൻ ഷീറ്റ് ഉണ്ട്. അത് അടക്കുന്നത് വി ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പോൾ അവിടെ എന്താ? വി ഈക്വൽ ടു ന്യൂ ലാംഡ. ലാംഡല്ലേ വേണ്ട? ന്യൂ ഡിവൈഡ് ചെയ്യുക. അപ്പം വി ബൈ ന്യൂ ആണ് ലാംഡ ആണുള്ള ഫോമുല. അപ്പോൾ ലാംഡ അങ്ങനെ കാണാം. വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി എത്രയാണ്? 1.7 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 4.2 ഇൻറ്റു 10⁻6 ചെയ്യുക. മീറ്ററിൽ കിട്ടും ആൻസർ. നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിൻ്റെ ക്ലാസ് ഏപ്രിൽ 2nd വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ട്യൂഷൻ ഫിനിക്സ് സ്പെഷ്യൽ സെൻ്ററാണ്. മാറനല്ലൂറാണ്. ജംഗ്ഷനിൽ തന്നെയാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് ഏപ്രിൽ 2nd വീക്കാണ്. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് 8 മുതൽ 10 വരെ സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം ഓൾ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അതുപോലെ 10th CBSE സയൻസ് മാത്സും ആണ്. സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ മാത്സ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ലാബ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഡിഗ്രിയിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സും BSc മാത്സും കോർ പ്ലസ് കോംപ്ലിമെൻ്ററി ഇത്രയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ. Tell me pretty lies, look me in the face, tell me that you love me.